ഹലോ, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. ഞാൻ ഇന്ന് ഒരു ചെറിയൊരു ട്രിപ്പാണ്, ഈവനിങ് ട്രിപ്പാണ്. വേറെ എവിടേക്കല്ല, മറൈൻ ഡ്രൈവിലേക്കാണ് ഇന്ന് എൻ്റെ യാത്ര. മറൈൻ ഡ്രൈവിലൊക്കെ തന്നെ പോവാത്തവരായിട്ട് വളരെ ചുരുക്കം ആൾക്കാരാവും ഇപ്പോൾ ഉണ്ടാവുള്ളൂ. എന്നാലും പോവാത്തവർക്ക് വേണ്ടിയുള്ള എൻ്റെ ഒരു ചെറിയ വീഡിയോ ആണിത്. ഉച്ച കഴിഞ്ഞുകൊണ്ട് തന്നെ റോഡിലൊക്കെ തിരക്ക് കുറവാണ്. പ്രസിദ്ധമായ കണ്ടെയ്നർ റോഡിൽ കൂടെയാണ് എൻ്റെ യാത്ര. ഈ സൈഡിലും കായലും തടാകങ്ങളൊക്കെ നമ്മുടെ യാത്രയിൽ കാണാം. തിരക്ക് കുറഞ്ഞ എറണാകുളത്തുള്ള റോഡുകളിൽ ഒന്നാണ് കണ്ടെയ്നർ റോഡ്. ഇവിടെ നിന്ന് ഫോർട്ട് കൊച്ചിയിലേക്ക് നമുക്ക് യാത്ര ചെയ്യാൻ സാധിക്കും. ഇത് 4 മണി കഴിഞ്ഞ സമയത്താണ് ഞാൻ ഇന്ന് യാത്ര ചെയ്തത്. സൂര്യാസ്തമയമൊക്കെ കണ്ടുവരുന്നതേ ഉള്ളൂ. റോഡിൽ ചെറിയ വർക്ക് നടക്കുന്നത് കൊണ്ട് 2 വേ ആണ് ഇപ്പോൾ ഉള്ളത്. ചെറിയ ചെറിയ വർക്കുകൾ, അറ്റകുറ്റപ്പണികൾ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. മരങ്ങളൊക്കെ വെച്ച് റോഡ് മനോഹരമാക്കിയിട്ടുണ്ട്. അതുപോലെ ധാരാളം വിനോദസഞ്ചാരികൾ അവിടെ വരുന്നുണ്ട്. മറൈൻ ഡ്രൈവിലേക്കുള്ള യാത്രയിൽ ഒരുപാട് നല്ല നല്ല കാഴ്ചകളാണ്. തൃശ്ശൂർ ഭാഗത്തു നിന്ന് വരുന്നവർക്കൊക്കെ കളമശ്ശേരിയിൽ നിന്ന് റൈറ്റ് തിരിഞ്ഞാൽ കണ്ടെയ്നർ റോഡിലേക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ മനോഹരമായ കാഴ്ച നൽകുന്ന റോഡിലൂടെ നമുക്ക് യാത്ര ചെയ്യാൻ സാധിക്കും. ധാരാളം വിനോദസഞ്ചാരികൾ വരുന്ന ഒരിടമാണ് മറൈൻ ഡ്രൈവ്. അതുപോലെ തന്നെ ബോട്ട് സർവീസും മറ്റു കാര്യങ്ങളും ഇവിടെ ഉണ്ട്. വിനോദസഞ്ചാരികൾക്ക് വേണ്ടി ഒരുപാട് ആക്ടിവിറ്റീസുകൾ ഉണ്ട്. കണ്ടെയ്നർ റോഡിലൂടെ പോവുകയാണെങ്കിൽ വളരെ തിരക്ക് കുറഞ്ഞ് നമുക്ക് സഞ്ചരിക്കാൻ സാധിക്കും, യാത്രകളൊക്കെ ആസ്വദിക്കാൻ സാധിക്കും. കായലിൻ്റെ മുകളിൽ കൂടിയുള്ള റെയിൽപാതയെല്ലാം വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ് നമുക്ക് നൽകുന്നത്. ഇവിടെ മത്സ്യബന്ധനം നടത്തുന്നതിനും തദ്ദേശികൾ ഇവിടെ വഞ്ചിയിൽ സഞ്ചരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. തൃശ്ശൂർ ഭാഗത്തു നിന്ന് പറയുന്നവർക്ക് കളമശ്ശേരിയിൽ നിന്ന് റൈറ്റ് എടുത്ത കണ്ടെയ്നർ റോഡിലേക്ക് വരാൻ സാധിക്കും. 1 ഡേ ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യുന്നവർക്ക് ഇവിടെയൊക്കെ ധാരാളം കാര്യങ്ങൾ കാണാനുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ഈ റോഡ് വന്ന് ഏറ്റവും അവസാനം എത്തുമ്പോൾ റൈറ്റ് പോയി കഴിഞ്ഞാൽ ഫോർട്ട് കൊച്ചി, അവിടെ ഒരുപാട് വിനോദസഞ്ചാര മേഖല അവിടെയുണ്ട്. അതുപോലെ തന്നെ ടൂറിസ്റ്റ് സ്ട്രീറ്റ്, അതുപോലെ തന്നെ മട്ടാഞ്ചേരി, അങ്ങനെ വിവിധ തരം കാഴ്ചകൾ നമുക്കവിടെ നൽകുന്നു. അതുപോലെ തന്നെ ഈ ഭാഗങ്ങളിലൊക്കെ ധാരാളം ചെറിയ ചെറിയ ടൂറിസ്റ്റ് ഹോമുകൾ, റിസോർട്ടുകളൊക്കെ ഉണ്ട്. അവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ കയാക്കിങ്, ഹൗസ് ബോട്ടുകൾ, അങ്ങനെ പലതരം ആക്ടിവിറ്റീസും അവരവിടെ ചെയ്യുന്നുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ മറൈൻ ഡ്രൈവിൻ്റെ റോഡിലേക്ക് കയറി. ഈ ബിൽഡിങ്ങിൻ്റെ സൈഡിലെല്ലാം കടൽ തീരമാണ്. അതിനോട് ചേർന്നുള്ള ബഹുനില കെട്ടിടങ്ങളാണ്. ഇതാണ് മറൈൻ ഡ്രൈവിൻ്റെ പാർക്കിംഗ് ഏരിയ. ഇവിടെ നിന്ന് നടക്കാൻ ദൂരമേ ഉള്ളൂ. ഞാൻ ഇന്നൊരു ബോട്ട് സർവീസ് നടത്താൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇവിടെ വരുന്നവർക്ക് ധാരാളം ബോട്ട് സർവീസ് നടത്തുവാൻ സാധിക്കും. മറൈൻ ഡ്രൈവിലെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് ആകർഷണങ്ങളിൽ ഒന്നാണ് ഈ ബോട്ട് സർവീസും കാര്യങ്ങളൊക്കെ. പല റേറ്റിലുള്ള ബോട്ടുകൾ നമുക്ക് അവൈലബിൾ ആണ്. ലക്ഷറിയായും സാധാരണക്കാർക്ക് സഞ്ചരിക്കാവുന്നതുമായ ബോട്ടുകളുണ്ട്. അങ്ങനെയുള്ള ഒരു ബോട്ടിലേക്കാണ് ഇന്ന് എൻ്റെ യാത്ര. 200 രൂപയാണ് ഇവിടുത്തെ ടിക്കറ്റ്. മുകളിലിരുന്ന് സൗകര്യപ്രദമായിരുന്ന നമുക്ക് യാത്രയൊക്കെ കടന്നതിന് ഞാൻ മുകളിലേക്ക് കയറി. പെരിയാർ നദിയും അറബിക്കടലും ഒന്നിക്കുന്ന സ്ഥലത്തേക്കാണ് ബോട്ട് സർവീസ് ഇവർ പ്രധാനമായും നടത്തുന്നത്. അതിനോട് അനുബന്ധിച്ചുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. കപ്പലുകൾ വരുന്നതും മറ്റ് കൊട്ടാരങ്ങളെല്ലാം ഈ യാത്രയിൽ നമുക്ക് കാണാൻ സാധിക്കും. അതെല്ലാം ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മളുടെ യാത്ര ഇവിടെ ആരംഭിക്കുകയാണ്. പ്രധാനമായും പെരിയാറിൻ്റെയും അറബിക്കടലിൻ്റെ സംഗമ സ്ഥലത്തേക്കാണ് ഇവർ ബോട്ട് സർവീസ് നടത്തുന്നത് തന്നെ. ആ പോകുന്ന യാത്രയിൽ ബോൾഗാട്ടി പാലസും മറ്റ് ലുലു ഇൻ്റർനാഷണൽ കൺവെൻഷൻ സെൻറ്ററും നമുക്ക് കാണുവാൻ സാധിക്കും.
പല സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന ടൂറിസ്റ്റുകളാണ് പ്രധാനമായും ഈ ബോട്ടിലുള്ളത്. ഉത്തരേന്ത്യയിൽ നിന്ന് വരുന്നവരും സൗത്ത് ഇന്ത്യൻകാരും ഇതിലുണ്ട്. ഞാൻ കയറിയ ബോട്ടിൽ ഒരു ഗൈഡ് ഉണ്ടായിരുന്നു. അദ്ദേഹം അവിടുത്തെ കാര്യങ്ങളെല്ലാം വിശദീകരിച്ച് തന്നിരുന്നു. പൊതുവെ ശാന്തമായ അന്തരീക്ഷത്തിലായിരുന്നു ഞങ്ങളുടെ യാത്ര. മറ്റു ഉല്ലാസ യാത്രാ ബോട്ടുകളും ആ വഴിയിലൂടെ കടന്നു പോകുന്നുണ്ടായിരുന്നു. അതിലെല്ലാം നിറയെ ആളുകളും ഉണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് പോലീസ് പെട്രോളിങ്ങും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു. ഒരാൾക്ക് 200 രൂപയാണ് ഈ ബോട്ടിൽ കയറുന്നതിനും സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത്. ലക്ഷറി ബോട്ടുകൾക്കൊക്കെ അതിനനുസരിച്ചുള്ള റേറ്റുകളാണ് വേറെ വരുന്നത്. ഇത് മറ്റു യാത്രക്കാരുമായി തീരത്തേക്ക് പോകുന്ന ഒരു ബോട്ടാണ്. അതിലും നിറച്ച അത്യാവശ്യം ആൾക്കാരുകളുണ്ട്. യാത്രക്കാർക്ക് വേണ്ട നിർദ്ദേശങ്ങളും കാര്യങ്ങളെല്ലാം നമുക്ക് ബോട്ടിൽ അനൗൺസ്മെൻറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇതാണ് ധാരാളം സിനിമ ഷൂട്ടിങ്ങുകൾ നടന്ന ഒരു പ്രദേശമാണ്, ഒരു കൊട്ടാരമാണ് ബോൾഗാട്ടി പാലസ്. ധാരാളം ഹിന്ദി മലയാളം സിനിമകൾ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ സൈഡിലൂടെയാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങ് ദൂരെ പലവിധ കെട്ടിടങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഒപ്പം ബോട്ടുകൾ തീരത്തേക്ക് പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങ് അകലെ വല്ലാർപാടം തുറമുഖം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതിനോടടുത്ത് ഫോർട്ട് കൊച്ചിയും മറ്റും നമുക്ക് കാണാൻ സാധിക്കും. ധാരാളം വിനോദസഞ്ചാരികൾ ഇതിലുണ്ട്. ചെറിയ യാത്രയാണെങ്കിലും തീരത്ത് കണ്ടൽക്കാടുകളെല്ലാം വളർന്നു നിൽക്കുന്നത് കാണാം. അങ്ങ് ദൂരെ തുറമുഖം നമുക്ക് കാണുവാൻ സാധിക്കുന്നു. കപ്പലിൽ നിന്നും കണ്ടെയ്നറുകൾ ഇറക്കുന്നതും നമുക്ക് കാണാൻ സാധിക്കും. എറണാകുളത്തെ പ്രധാനപ്പെട്ട തുറമുഖം ആണ് വല്ലാർപാടം തുറമുഖം. ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ്ഷിപ്പ് ടെർമിനലാണ് വല്ലാർപാടം. 2011 ഫെബ്രുവരി 11 ഈ ടെർമിനൽ രാജ്യത്തിന് വേണ്ടി സമർപ്പിച്ചത്. അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ VS അച്യുതാനന്ദൻ 3200 കോടി പദ്ധതി വിഹിതം മാറ്റിവെച്ച് ആണ് ഈ പദ്ധതി തുടക്കം കുറിച്ചതും ഉദ്ഘാടനം ചെയ്തതും. വല്ലാർപാടം സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിലെ മുളവുകാട് ഗ്രാമപഞ്ചായത്തിലാണ്. പ്രധാന നടത്തിപ്പുകാർ ദുബായ് പോർട്ടസ് വേൾഡ് ആണ്. 30 വർഷത്തേക്കാണ് ഇവരുമായിട്ടുള്ള കരാറ് നിലനിൽക്കുന്നത്. യാത്ര ചെയ്തപ്പോൾ വലിയ 2 ഷിപ്പ് കണ്ടെയ്നറുകൾ ഇറക്കുന്നത് കാണുവാൻ സാധിച്ചു. ഏകദേശം 3000-ലേറെ കണ്ടെയ്നറുകളാണ് ഒരു ഷിപ്പിൽ നിന്ന് അവിടെ ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഏകദേശം നീളം വരുന്നത് 600 മീറ്ററാണ്. ഷിപ്പിൻ്റെ കാഴ്ചകളും കണ്ട് നമ്മൾ യാത്ര തുടരുകയാണ്. ഇവിടെയുള്ള ചെറുതുരുത്തുകൾ ചേർത്ത് നിർത്തി ഏകദേശം 115 ഹെക്ടറിലാണ് ഈ തുറമുഖം സ്ഥിതി ചെയ്യുന്നത്. ഇതിൻ്റെ ആദ്യത്തെ ഘട്ടത്തിൽ 49 ഹെക്ടറിലാണ് ഈ തുറമുഖം സ്ഥിതി ചെയ്യുന്നത്. ഈ തുറമുഖം വന്നതോടനുബന്ധിച്ച് ഇവിടുത്തെ റോഡുകൾക്കും വികസനം വന്നു. കേന്ദ്ര ഗവൺമെൻറ്റുകളുടെ പദ്ധതിയിൽ 4 വരി പാത കളമശ്ശേരിയെ ബന്ധിക്കുന്ന ഒരു ഹൈവേയും ഇതിനോടുകൂടെ പണി പൂർത്തീകരിച്ചു. അതുപോലെ തന്നെ ട്രെയിൻ മാർഗവും കണ്ടെയ്നർ കൊണ്ടുപോകുന്നതിനുമുള്ള പാത ഇരട്ടിപ്പിക്കുന്ന വികസനവും ഇതിനോടനുബന്ധിച്ച് നടന്നു. ഇവിടുത്തെ മുഖച്ഛായ തന്നെ മാറുന്ന ഒരു വികസനമായിരുന്നു ഈ തുറമുഖത്തിൻ്റേത്. ധാരാളം കണ്ടെയ്നറുകളുമായാണ് ഇപ്പോൾ ഷിപ്പുകൾ ഇവിടെ നങ്കൂരം ഇട്ടിരിക്കുന്നത്. തുറമുഖം വന്നതോടുകൂടി ഇവിടുത്തെ മുഖച്ഛായ ആകെ മാറി. ഞങ്ങൾ തുറമുഖവും പിന്നിട്ട് യാത്ര തുടരുകയാണ്. 2 വലിയ ഷിപ്പിൽ നിന്ന് കണ്ടെയ്നർ ഇറക്കുന്ന ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ലക്ഷക്കണക്കിന് കണ്ടെയ്നറുകളാണ് ഒരു വർഷം ഇവിടെ ഇറക്കുന്നത്.
നമ്മുടെ നാട്ടിലെ വികസനങ്ങൾക്ക് ഇത് പുതിയൊരു കാൽച്ചുവടാണ്. ഈ കാഴ്ചകളെല്ലാം പിന്നിട്ട് ഞങ്ങൾ യാത്ര ചെയ്തെത്തിയിരിക്കുന്നത് അറബിക്കടലിലും പെരിയാറും സംഗമിക്കുന്ന സ്ഥലത്താണ്. അവിടെ ധാരാളം തിരയും ഒക്കെ ഉണ്ട്. കാറ്റ് വളരെയധികമാണ്. വലിയ വലിയ കപ്പലുകൾ നങ്കൂരമിടുന്ന പ്രദേശമാണ് ഇവിടെയെല്ലാം. കാണുന്നത് ഫോർട്ട് കൊച്ചിയുടെ ഭാഗങ്ങളാണ്. അവിടെ ഒരു ജങ്കാർ കിടക്കുന്നതുണ്ട്. വാഹനങ്ങൾ അപ്പുറത്തെ കരയിലേക്ക് കൊണ്ടുപോകുന്നതിനും ഇവിടെ മെയിനായിട്ട് ആളുകൾ ഉപയോഗിക്കുന്നത് ജങ്കാറാണ്. ഞാൻ ഫോർട്ട് കൊച്ചിയുടെ വീഡിയോ ചെയ്തതിൽ അവിടുത്തെ ജങ്കാറിൻ്റെ വിശേഷങ്ങൾ അതിൽ പറയുന്നുണ്ട്. കാണാത്തവർ ആ വീഡിയോ ഒന്ന് കയറി കാണേണ്ടതാണ്. ഇവിടെയെല്ലാം ടൂറിസ്റ്റുകളെ ആശ്രയിച്ചാണ് ഇവിടുത്തെ ജീവിത രീതികളെല്ലാം. ടൂറിസ്റ്റുകൾക്ക് വേണ്ടി അനേക സ്ഥലങ്ങളും റിസോർട്ടുകളും എല്ലാം ഇവിടെ ഒരുക്കി വച്ചിരിക്കുന്നു. കഴിഞ്ഞ പ്രാവശ്യത്തെ എൻ്റെ വീഡിയോ ഫോർട്ട് കൊച്ചിയിലെ കണ്ടവർക്കറിയാം. അവിടുത്തെ വിശേഷങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അവിടുത്തെ ആ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഫോർട്ട് കൊച്ചിയിലെ വിശേഷങ്ങൾ അറിയാൻ സാധിക്കും. ധാരാളം പേര് മത്സ്യബന്ധനം ഉപജീവന മാർഗമായി ഇവിടുത്തെ ആളുകൾ ചെയ്യുന്നുണ്ട്. അന്നത്തെ ദൂരം അങ്ങ് അറബിക്കടലാണ്. ഞങ്ങൾ ഇവിടെ നിന്ന് തിരിച്ച് പോവുകയാണ്. ഈ ഭാഗത്തായിട്ടാണ് പെരിയാറിൻ്റെ സംഗമ സ്ഥലം എന്ന് ഗൈഡ് ഞങ്ങളോട് പറഞ്ഞു. ഫോർട്ട് കൊച്ചിയുടെ പരിസര പ്രദേശത്തു കൂടെയാണ് തിരിച്ചുള്ള ഞങ്ങളുടെ യാത്ര. അങ്ങാകലെ വാട്ടർ മെട്രോ സ്റ്റേഷനും നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇതിലെല്ലാം വാട്ടർ മെട്രോയും സർവീസ് നടത്തുന്നുണ്ട്. ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകൾ ബന്ധിപ്പിച്ചുള്ള യാത്രയാണ് വാട്ടർ മെട്രോ. അതുപോലെ തന്നെ അവിടെ താമസിക്കുന്നവർക്ക് ഗുണകരമാകുന്ന രീതിയിലുമുള്ള യാത്രകൾ വാട്ടർ മെട്രോയിലുണ്ട്. ധാരാളം പേരാണ് വാട്ടർ മെട്രോ യാത്ര ചെയ്യുന്നത്. ഇന്ത്യയിലെ ആദ്യ വാട്ടർ മെട്രോയാണ് ഇവിടെ സ്ഥിതി ചെയ്യുന്നത്. അങ്ങ് ദൂരെ വിദേശികളെ ആകർഷിക്കുന്ന 3 സ്റ്റാർ ഹോട്ടലുകളും സ്ഥിതി ചെയ്യുന്നുണ്ട്. വളരെ വർഷങ്ങൾക്ക് മുന്നുള്ള ഹോട്ടലുകളും പുരാതനമായ ബിൽഡിങ്ങുകളുമാണ് ഫോർട്ട് കൊച്ചിയുടെ തീരത്തൂടെ യാത്ര ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് കാണാൻ സാധിച്ചത്. വർഷങ്ങൾക്ക് മുന്നേ ബ്രിട്ടീഷുകാരും മറ്റും ഉപയോഗിച്ചിരുന്ന ബിൽഡിങ്ങുകളും ഇവിടെ കാണാൻ സാധിച്ചു. യാത്രാമധ്യയിൽ കോസ്റ്റ് ഗാർഡിൻ്റെ ബിൽഡിങ്ങുകളും കാണുവാൻ സാധിച്ചു. ഫോർട്ട് കൊച്ചിയുടെ തീരത്തുകൂടെ ഞങ്ങൾ യാത്ര തുടരുകയാണ്. കോസ്റ്റ് ഗാർഡിൻ്റെ ബിൽഡിംഗാണ് ഈ കാണുന്നത്. ഓരോ കാര്യങ്ങളും കൃത്യമായി ഇവിടുത്തെ ഗൈഡ് ഞങ്ങളോട് പറഞ്ഞു തരുന്നുണ്ട്. ഇംഗ്ലീഷിലും മലയാളത്തിലും തമിഴിലുമെല്ലാം അദ്ദേഹം വിശദമായി വിശദീകരിച്ചു. വിനോദസഞ്ചാര മേഖലയിൽ ഇവിടങ്ങളിലെല്ലാം വളരെ മുന്നേറ്റമാണ് ഇപ്പോൾ കുറച്ച് നാളായിട്ട് കാണാൻ സാധിക്കുന്നത്. ഞങ്ങളുടെ പോലെ തന്നെ ധാരാളം ബോട്ടുകളും പോകുന്നതും വരുന്നതും കാണാൻ സാധിച്ചു. മത്സ്യബന്ധനത്തിന് പോകുന്ന ബോട്ടുകളും മറ്റും ഈ യാത്രാമധ്യത്തിൽ കാണാൻ സാധിച്ചു. ഏകദേശം 1 മണിക്കൂർ നീണ്ടു നിന്ന യാത്രയാണ് ഞങ്ങളുടേത്. ആദ്യമേ പറഞ്ഞതുപോലെ 200 രൂപയാണ് ഇവിടെ യാത്ര ചെയ്യുന്നതിന് ടിക്കറ്റ് റേറ്റ്. തിരിച്ച് ഞങ്ങൾ യാത്ര തുടരുകയാണ്. വല്ലാർപ്പടം തുറമുഖത്തിനോട് ചേർന്നാണ് തിരിച്ചുള്ള ഞങ്ങളുടെ യാത്ര. നേരത്തെ കണ്ട കപ്പലുകൾ നങ്കൂരമിട്ട് അവിടെ ലോഡുകളെല്ലാം ഇറക്കുന്നത് കാണാൻ സാധിച്ചു. കുറച്ചും കൂടെ അകലെ നിന്നുള്ള കാഴ്ച വളരെയധികം അതിൻ്റെ
വലിപ്പം നമുക്ക് കാണിച്ചു തരും. മറ്റു കപ്പലുകൾ പുറംകടലിൽ നങ്കൂരം ഇട്ടിരിക്കുന്നത് കാണാൻ സാധിക്കും. ഈ കപ്പലുകളിലെല്ലാം ലോഡ് ഇറക്കിയതിന് ശേഷം അവർക്ക് വരുന്നതിന് വേണ്ടിയാണ് അവിടെ നങ്കൂരം ഇട്ടിരിക്കുന്നത്. ധാരാളം കപ്പലുകളാണ് ഇവിടെ ഇപ്പോൾ വല്ലാർപാടത്തിനെ ആശ്രയിക്കുന്നത്. തിരിച്ചുള്ള യാത്രയെ ഒന്നുകൂടെ ആ തീരപ്രദേശത്തൂടെ ഞങ്ങൾ യാത്ര തുടരുകയാണ്. സൂര്യൻ അസ്തമിച്ച് തുടങ്ങിയിരിക്കുന്നു. ഒരുപാട് നല്ല അറിവുകൾ നൽകിയ ഒരു യാത്രയായിരുന്നു ഇത്. നിങ്ങൾക്കും ഇത് അനുഭവിച്ചറിയാവുന്നതാണ്. മറൈൻ ഡ്രൈവിൽ ചെന്ന് കഴിഞ്ഞാൽ ധാരാളം ബോട്ടുകൾ സർവീസ് നടത്തുന്നുമുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ ഞങ്ങൾ തീരത്തെത്തി. അവിടെയുള്ള കുറച്ച് കാഴ്ചകളും കണ്ട് രാത്രി കാഴ്ചകളും കണ്ടതിന് ശേഷം ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങി. അപ്പോൾ യാത്ര പോകുന്നതിനെല്ലാം ഇവിടെ അനുയോജ്യമായ സ്ഥലങ്ങൾ തന്നെയാണ് നമ്മുടെ കേരളവും. വിനോദസഞ്ചാരികൾ ധാരാളം വരുന്ന സ്ഥലമാണ്. മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും നമസ്കാരം.